മിസൈൽ തീർന്നതെന്ന് ട്രംപ് ഒരു സൈഡിൽ, മിസൈൽ ഞങ്ങൾ വിട്ടേ എന്ന് ഇറാൻ വേറൊരു സൈഡിൽ. ഏതായാലും ഇറാൻ്റെ മിസൈൽ തീർന്നിട്ടുമില്ല, ട്രംപിൻ്റെ വെടിപൊട്ടിക്കലും തീർന്നിട്ടില്ല. ഇന്ന് രാവിലെയാണ് ട്രംപിൻ്റെ എന്തോ വിഖ്യാതമായിട്ടുള്ള ഒരു പ്രസ്താവന വരും എന്ന് ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോ രാത്രി ചെയ്തിട്ടതായതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് പറയുന്നതായിരിക്കും. ഏതാണെങ്കിലും ട്രംപ് പറയാൻ പോകുന്ന വലിയ എന്തോരു കാര്യം എന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് ഇറാൻ ഇന്നലെ വിട്ടത് 89ാമത്തെ, അതായത് 89th വേവാണ്, മിസൈൽ വേവുകളാണ് ഇറാൻ ഇന്നലെ ടെല്ലവീവിലോട്ടും അല്ലെങ്കിൽ മറ്റ് ബേസുകളിലോട്ടുമൊക്കെ അയച്ചു വിട്ടിട്ടുള്ളത്. അതിൻ്റെ മുമ്പ് 88ാമത്തെ മിസൈൽ തരംഗത്തിൽ ഇസ്രായേലിലുണ്ടായിട്ടുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ UAE ബേസുകളിലോട്ടും മറ്റ് അമേരിക്കൻ ബേസുകളിലുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറുതൊന്നും ആയിരുന്നില്ല. ആമസോണിൻ്റെ ഡാറ്റ ഹബ്ബ് അടക്കം, അതുപോലെ തന്നെ ഇസ്രായേലിലെ ഇന്ത്യൻ എംബസിയുടെ അടുത്ത് വരെ ഇന്നലെ ഇറാൻ്റെ മിസൈലുകൾ വീണതായിട്ടാണ് കാണുന്നത്. ഒരുപാട് പേർക്ക് പരിക്കുണ്ട്, ഒരുപാട് പേർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട്. 38ഓളം US പട്ടാളക്കാർ മരിച്ചു എന്നും കൂടെ IRGC ഇപ്പം പുറത്തോട്ട് വിടുന്നുണ്ട്. നമുക്ക് ആ ഒരു ഡീറ്റെയിൽസിലോട്ടൊക്കെ ഒന്ന് കടന്നിട്ട് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലൈക്കും സപ്പോർട്ടും ഒക്കെ ചെയ്തിട്ട് വീഡിയോ കാണാം. നമുക്ക് ഇന്നലത്തെ, അതായത് 89ാമത്തതല്ല കേട്ടോ, അത് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യും. 88ാമത്തെ ഇറാൻ്റെ വേവ്, IRGCയുടെ മിസൈൽ വേവുകളിൽ എന്തൊക്കെ സംഭവിച്ചു എന്നാണ് പറയാൻ പോകുന്നത്. ഇന്ത്യൻ എംബസിക്കും അതുപോലെ തന്നെ US എംബസിക്കും തൊട്ടടുത്തായിരുന്നു ഇന്നലത്തെ മിസൈലുകൾ വീണതായിട്ട് പറയുന്നത്. ഇത് കഴിഞ്ഞ 2 ദിവസത്തിൻ്റെ ഇടയ്ക്ക് ഇത് രണ്ടാമത്തെ സംഭവമാണ് ഇപ്പം ഇസ്രായേലിൽ നടക്കുന്നത്. ഇത് US എംബസിനെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു ആക്രമണമായിരിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ US എംബസിയുടെ അടുത്തും അല്ലെങ്കിൽ ഇന്ത്യൻ എംബസിയുടെ അടുത്തായിട്ടാണ് ഇസ്രായേലിൽ ഈ ഒരു ഇറാൻ്റെ മിസൈലുകൾ വീണതായിട്ട് പറയുന്നത്. ഇസ്രായേലിൻ്റെ പോലീസും ഫോറൻസിക് സംഘവും പ്രദേശം വളയുകയും തെളിവുകൾ ശേഖരിക്കുകയൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ നിരന്തരം പ്രവർത്തിച്ച് ഇപ്പം ഒന്നും പ്രവർത്തനക്ഷമമല്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ജനജീവിതവും വളരെ കഷ്ടപ്പാടിലാണ് ഇപ്പം ഇസ്രായേലിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, ഇത് ഇസ്രായേലിലെ ഒരു സ്ഥലത്ത് മാത്രമല്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് 88ാമത്തെ വേവിൽ സംഭവിച്ചിട്ടുള്ളതാണ്. ഒരുപാട് വീടുകളും ഒരുപാട് സ്ഥലങ്ങളും, 1-2 സ്ഥലങ്ങളൊന്നുമല്ല, ഇസ്രായേലിലെ പല സ്ഥലങ്ങളിലും ആളുകൾ കഷ്ടപ്പെട്ടും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടും ഒക്കെ തന്നെയാണ് ജീവിക്കുന്നത്. ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് വീടുകളും അവരുടെ എല്ലാ സ്വത്തുക്കളും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റ് രീതിയിലുള്ള അപകടങ്ങൾ ഒരുപാട് പേർക്ക് ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഇതിപ്പം ചില ചാനലുകളിലൂടെയും ചില ഇതിലൂടെ നമുക്ക് കിട്ടുന്നതാണ്. ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഇസ്രായേലിൽ നടക്കുന്ന കാര്യം മാത്രമാണ്. പക്ഷേ അതുപോലെ തന്നെ US അല്ലെങ്കിൽ USൻ്റെ ബേസുകൾ നിൽക്കുന്ന സ്ഥലത്തോട്ട്, കുവൈറ്റിലോട്ടൊക്കെ ഇന്നലെ ഒരുപാട് ആക്രമണം, ഒരുപാട് മിസൈലുകൾ തന്നെ ഡയറക്റ്റ് വന്ന് പതിച്ചിട്ടുണ്ട്. കുവൈറ്റ് എയർപോർട്ടിൽ തന്നെ 2-3 പ്രാവശ്യങ്ങളൊക്കെ ആയിട്ടാണ് മിസൈലുകളും ഡ്രോണുകളും വന്ന് പതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത് മാത്രമല്ല, ബഹ്റൈനിലുണ്ട് ആമസോണിൻ്റെ ഡാറ്റ സെർവർ സെൻറ്റർ ഇന്നലെ ഇറാൻ്റെ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. ഒരുപാട് പേരുടെ, അതായത് ഡാറ്റ സർവീസ് തന്നെ ഒരുപാട് നേരത്തേക്ക് സ്റ്റോപ്പായി എന്നുള്ള റിപ്പോർട്ടുകൾ ഇന്നലെ പുറത്തോട്ട് വരുന്നുണ്ട്. ഓരോ ഡ്രോണുകൾ പോയി വീകുന്ന ഒരു സ്പീഡും അതിൻ്റെ ഒരു വീഡിയോയുടെ ക്ലിപ്പുകളും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പേടിച്ചു പോകും. അവിടെ നിൽക്കുന്ന പ്രവാസികളുടെ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന മറ്റാളുകളുടെയൊക്കെ ഒരു അവസ്ഥ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം അതൊന്നും പുറത്തോട്ട് പറയാൻ പറ്റാത്തൊരവസ്ഥയിലും കൂടാണ് അവർ. ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ തന്നെ അവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം വരെ ചുമത്തുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറ്റ് സത്യം. അതുപോലെ തന്നെ ഇറാൻ്റെ ഈ 88ാമത്തെ ഘട്ട ആക്രമണത്തിൽ അത് ഇന്നലെ രാത്രിയല്ല, മെനഞ്ഞാന്ന് പുലർച്ചെ നടന്നിട്ടുള്ള അപകടമാണ്. ഇതിൽ ബാധിക്കപ്പെട്ടുള്ള മറ്റു കുറേ സ്ഥലങ്ങളുണ്ട്. ബെൻ റോക്ക്, പെറ്റ, തിക്ക, ടെല്ലവീവ് എന്നീ സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ആഘാതങ്ങൾ അനുഭവിച്ചിട്ടുള്ളത്. ഏകദേശം 11 സ്ഥലങ്ങളിലാണ് നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുമാത്രമല്ല, ക്ലസ്റ്റർ മിസൈലുകൾ വീണിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഇറാൻ്റെ ക്ലസ്റ്റർ മിസൈലുകൾ വീണിട്ട് വായുവിൽ വെച്ച് തന്നെ പല കഷ്ണങ്ങളായി ചിതറിയാണ് സ്ഫോടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പരിക്കേറ്റതിൽ കുട്ടികളുണ്ട്, അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ ഒന്നും ഭാഗമാവാത്ത ഒരുപാട് കുട്ടികളും നിരപരാധികളൊക്കെ എല്ലാ രാജ്യത്തും, ഇപ്പോൾ ഇറാനിൽ മാത്രമല്ല അത് ഇസ്രായേലിലും നടക്കുന്നുണ്ട്. 14 പേർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുകളുണ്ട്. മരിച്ചവരുടെ ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ ഇസ്രായേൽ പുറത്തോട്ട് വിട്ടിട്ടില്ല. അതീവ ഗുരുതരമായിട്ട് 3-4 പേരുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ മാത്രമേ പുറത്തോട്ട് വിടുന്നുള്ളൂ. കെട്ടിടങ്ങളും വീടുകളും മറ്റെല്ലാം നശിച്ച് നാറാണക്കല്ല് പുറത്തെടുത്ത അവസ്ഥയിലാണ് ഇപ്പം ഇസ്രായേലിലെ പല സ്ഥലങ്ങളും. നമ്മുടെ നാട്ടിലെ കൃസംഖികളും കുറച്ച് സംഖികളും പറയുന്നതല്ല ഇസ്രായേലിൻ്റെ അവസ്ഥകൾ, അവിടുത്തെ
ഫോട്ടോകൾ അല്ലെങ്കിൽ അവിടുത്തെ വീഡിയോ ക്ലിപ്പുകളാണ് നമ്മൾ ഈ സൈഡിൽ കാണുന്നത്. അതല്ലാണ്ട് വെയിലത്ത് വന്ന് ഒരു ലൈവ് ഇട്ട് പോകുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് അവിടെ പോയിട്ട് ചന്തി കഴിയുന്ന ഒരു ഇസ്രായേലി മറ്റേ മക്കളോടും പറയാനുള്ളത് ഇതും കൂടെ അവിടെ ഉണ്ട്, അതും കൂടെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് എടുത്ത് കാണിച്ചു. അതല്ല നീയൊക്കെ ആ വഴിക്ക് പോകുന്നില്ലെങ്കിൽ പിന്നെ ഇതുപോലെ ഇടന്നിട്ട് ഇവിടുത്തെ സംഘികളെയും ക്രിസംഘികളെയും സുഖിപ്പിക്കാൻ വേണ്ടി 4 വീഡിയോ ഇടുക എന്ന് മാത്രം. ഇനി എടുത്തു പറയാനുള്ളത് UAE നടന്നിട്ടുള്ള ആക്രമണത്തിനെ പറ്റിയാണ്. ഇതിൻ്റെ IRGCയുടെ വക്താവ് പറയുന്നത് UAE നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ 37 US സൈനികർ കൊല്ലപ്പെട്ടതായിട്ടാണ് അവകാശപ്പെടുന്നത്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4ൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള ഈ ഒരു ആക്രമണത്തിൽ ദുബായിലെ അൽ മിൻഹാദ് എയർബേസിൻ്റെ സമീപത്തുള്ള US സൈനിക ഉദ്യോഗസ്ഥരെ അടക്കം ലക്ഷ്യം വെച്ചിട്ടായിരുന്നു ഇറാൻ്റെ ഈ ഒരു ആക്രമണം. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചിട്ടാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത്. മരണസംഖ്യ 37 ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ട് നിരവധി പേർക്ക് പരിക്കുണ്ട് എന്നാണ് IRGC അവകാശപ്പെടുന്നത്. ഇനി എമിറേറ്റ്സിലെ സമുദ്ര മേഖലയിലെ US റഡാർ സംവിധാനങ്ങൾ കംപ്ലീറ്റ്ലി തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പേർഷ്യൻ ഗൾഫിലെ ഇസ്രായേലുമായി ബന്ധമുള്ള ഒരു എണ്ണക്കപ്പലിന് നേരെ വരെ ഇന്നലത്തെ രാത്രി ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇനി സൗദി അറേബ്യയിലെ അൽ ഖർജ് മേഖലയിലെ US പൈലറ്റുമാരും ജീവനക്കാരും താമസിക്കുന്ന സ്ഥലങ്ങളിലോട്ടും ഇന്നലെ ഇറാൻ്റെ മിസൈലുകൾ പതിച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ IRGC അവകാശപ്പെടുന്ന കാര്യങ്ങളാണ്. USൻ്റെ സെൻട്രൽ കമാൻഡ് ഇതിനെപ്പറ്റി ഒരു സ്ഥിരീകരണം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇറാൻ്റെ സൈനിക നടപടികൾ അവസാനിപ്പിച്ച് 2-3 ആഴ്ചക്കുള്ളിൽ ഞങ്ങൾ അവിടുന്ന് വിടും എന്ന് മാത്രമാണ് US പ്രസിഡന്റ് ഇന്നലെ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി അതല്ല, ഇന്നത്തെ പ്രസ്താവനയിൽ എന്താണ് US പ്രസിഡന്റിന് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. അത് എല്ലാ പത്രങ്ങളും അത് തന്നെ ക്യാപ്ചർ ചെയ്യണം എന്നുള്ള ആഹ്വാനം പ്രസിഡന്റിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾ വേറെ പരിപാടിക്കും വേറെ ഒന്നും ചെയ്യരുത്, ഞാൻ പറയാൻ പോകുന്ന കാര്യം അത്രയും വലിയൊരു കാര്യമാണ്, അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ പറയുന്നത് അതോർത്തിരിക്കണം എന്നാണ് പറഞ്ഞത്. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ. അപ്പം ഇത്തരത്തിൽ ആക്രമണത്തിൽ ഒരു കുറവും ഇല്ലാണ്ടാണ് ഇപ്പം നമ്മുടെ ഇറാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ എങ്ങനെയെങ്കിലും യുദ്ധം നിർത്താൻ വേണ്ടി പെട്ടാപാടുപെടുന്ന അമേരിക്കൻ പ്രസിഡന്റിനെ കാണാം. അമേരിക്കൻ പ്രസിഡന്റ് യുദ്ധം നിർത്തിക്കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടരാണ് ഇസ്രായേലികൾ, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടക്കം ഇസ്രായേലിലെ യുദ്ധക്കൊതിയന്മാരായിട്ടുള്ള ചെകുത്താന്മാർക്ക് ഒരിക്കലും US പിന്മാറരുത് എന്ന്, അതിനുവേണ്ടി അവർ ഏതറ്റം വരെ അവർ പോവുകയും ചെയ്യും. US പിന്മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇറാൻ ഒന്നും നോക്കില്ല. ഇറാൻ അതായത് US ബേസുകളിലോട്ട് ഇപ്പോൾ വിടുന്ന ആ മിസൈലുകൾ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യും. ഇത് കംപ്ലീറ്റ്ലി തുര മഴ പോലെ ഇസ്രായേലിലോട്ട് മിസൈലും ഡ്രോണുകളും പോകും. അതോടുകൂടി ഇസ്രായേൽ കത്തിച്ചാമ്പലാവും. അപ്പം US എങ്ങാനും ഇതിന് പിന്മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പക്ഷേ അവർക്കത് പിന്മാറാണ്ട് എത്രയും പെട്ടെന്ന് USൻ്റെ ശക്തി കൂടെ കൂട്ടി വെച്ചിട്ട് ഇറാനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ബെഞ്ചമിൻ നെതന്യാഹു അല്ലെങ്കിൽ അവന്മാരുടെ കൂട്ടരും കൂടെ പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ അവന്മാർ പോവും, പല ചതികളും അവന്മാർ ചെയ്യും, പല രീതിയിൽ പലതരത്തിലുള്ള ചർച്ച അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാർ കാണിക്കുന്ന ഒരുമാതിരി എന്താ പറയുക തേർഡ് റേറ്റ് പരിപാടികളൊക്കെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കാണാനും പറ്റും. നമ്മൾ മുമ്പ് കണ്ടതാണ്, പല തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നതിൻ്റെ ഇടക്കാണ് ഇവന്മാർ ഇത്തരത്തിൽ അങ്ങോട്ട് കയറി ആക്രമിച്ച് യുദ്ധത്തിലോട്ട് എത്തിച്ചിട്ടുള്ളത് എല്ലാ പ്രാവശ്യവും. ആ ഒരു തന്തയില്ലായ്മ കാണിക്കാൻ ഈ പറഞ്ഞ ട്രംപിനും നെതന്യാഹു ഈ 2 ചെറ്റകൾക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാത്തിരിക്കാം US പ്രസിഡന്റ് ട്രംപിൻ്റെ ആഹ്വാനം എന്താണെന്നും അതുപോലെ തന്നെ 89ാമത്തെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം US പ്രസിഡന്റ് ട്രംപിൻ്റെ ആഹ്വാനം എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇസ്രായേലിലോട്ട് പോയിട്ടുള്ള 89ാമത്തെ വേവിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്, അവിടെ ഏത് രീതിയിലാണ് തകർന്ന് വീണത് എന്നുള്ളതും കൂടെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.